എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് മരുന്ന് കുടിച്ച് മോൺസ്റ്ററായി മാറിയ മിസുക്കിയെ കാണിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ഏറ്റുമുട്ടെന്ന് മിസുക്കി പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ നേരെ ഓടി വന്ന് ചാടിയൊരു കിക്കുണ്ട്. ആ കിക്കില് മിസുക്കി ആവട്ടെ കുട്ടപ്പന്റെ കാലെ പിടിച്ച് അങ്ങനെ തന്നെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയും. അത് കണ്ട് ഇറൂക്ക ഇപ്പൊ മിസുക്കിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോ അവൻ വെട്ടിത്തിരിപ്പിച്ച് ഇറൂക്ക മാസ്റ്ററെയും ഇടിച്ച് താഴെയിടും. അപ്പോഴേക്കും മിസുക്കി അടുത്തെത്തി അവന്റെ കൈ പിടിച്ച് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. അതിനവൻ എനിക്ക് നിന്നെ കൊണ്ട് ഇനി യാതൊരു പ്രയോജനം ഇല്ലാന്ന് പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റി ഇപ്പൊ കറക്കേറിയും. ഇറൂക്ക ഉടനെ ചാടി വീണ് അവളെ ക്യാച്ച് ചെയ്യും. പക്ഷെ മിസുക്കി എന്നിട്ടും അടങ്ങാതെ ചാടി വന്ന് ഇപ്പൊ ഇറൂക്കയെ ചവിട്ടി തെറിപ്പിക്കും. കുട്ടപ്പന് കലി കയറി അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഒരുപാട് ക്ലൗൺസിനെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് മിസുക്കിയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കുട്ടപ്പന്റെ നിപ്പും ഭാവവും കണ്ട് അവന് മനസ്സിലാവും കുട്ടപ്പൻ അവൻ ഫുൾ ഫോമിലാണെന്ന്. നീ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മിസുക്കി ഇപ്പോ ഒരുപാട് വേഗത്തില് കറങ്ങാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ അവരെ നിരത്തി നിർത്തി അവനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പൊ തയ്യാറായിട്ട് നിൽക്കും. മിസുക്കി ചാടി വന്ന് എല്ലാ ക്ലൗൺസിനെയും അടിച്ചു തെറിപ്പിക്കും. ആ ഗ്യാപ്പിൽ കുട്ടപ്പനാവട്ടെ പുറകിലൂടെ വന്ന് മിസുക്കെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുമ്പോ അവൻ കുട്ടപ്പനെ കറക്കെടുത്ത് ഇപ്പൊ രണ്ട് ടീമും വമ്പം പോരാട്ടം. നീ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഒരു മരമണ്ടനാണെന്ന് പറഞ്ഞ് മിസുക്കെ ആവട്ടെ കുട്ടപ്പനെ ചവിട്ടിക്കൂട്ടും. ഇവിടെ ഇറൂക്ക മിസുക്കയെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി ഇപ്പൊ ഒരു മൂലക്കിരുത്തും. പക്ഷെ എന്താ, നല്ല അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ ബോധമില്ല. ഇവിടെ കുട്ടപ്പനെ തല്ലിക്കൊന്നോണ്ട് അവൻ വിളിച്ചു പറയും, ഇറൂക്ക നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് ഫൈറ്റ് ചെയ്യ്. നീ ഇപ്പൊ തന്നെ കളത്തിലേക്ക് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്റെ കുട്ടപ്പനെ ഞാൻ ചവിട്ടി കൊന്നുകളയും. ഇറൂക്ക പേടിച്ച് ഓടി വന്ന് അവന്റെ ബ്ലേഡ് എടുത്ത് ഇപ്പൊ മിസുക്കിയുടെ മേലേക്ക് ചാടി വീഴും. മിസുക്കി അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ ഇറൂക്കയെ മടക്കി ലോക്ക് ചെയ്യും. എന്റെ ബ്രഹ്മാണ്ട പവർ അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മിസുക്കി പറയുമ്പോ അപ്പൊ ഇറൂക്ക വിളിച്ചു പറയും, ഇത് നിന്റെ പവർ അല്ല, നീ കുടിച്ച ആ ഒരു മരുന്നിന്റെ പവറാണ്, ഓറോച്ചി മാറുവിന്റെ പവർ. ഇതൊരിക്കലും പെർമനന്റ് അല്ല എന്ന് പറഞ്ഞ് ഇറൂക്ക ആവട്ടെ അവനെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനവൻ പറയും, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഈ ഫൈറ്റില് ആര് ജയിക്കുന്നോ അവനാണ് യഥാർത്ഥ പവർഫുൾ ആയിട്ടുള്ള ആള്. എന്നെ കൊണ്ട് ഒരിക്കലും നിന്നെപ്പോലെ വെറും ഒരു ടീച്ചറായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കൂന്ന് പറഞ്ഞ് അവനിപ്പോ ഇറൂക്കയുടെ കാലേ വാരി നിലത്തടിക്കും. നീ 100 കൊല്ലം ട്രെയിനിങ് എടുത്താൽ പോലും നിനക്ക് ഇത്രയും പവർ കിട്ടില്ല. പക്ഷെ ഞാൻ ഇനിയും ഒരുപാട് പവർ ആർജിച്ചെടുക്കും. ഒറോച്ചി മാറുവിന്റെ കയ്യിൽ നിന്ന് തട ചെയ്ത എല്ലാ ജിപ്സുവും ഞാൻ കൈവശപ്പെടുത്തും. ഇറൂക്കയ്ക്ക് മനസ്സിലാവും അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ യാതൊരു പ്രയോജനവും ഇല്ലാന്ന്. നീ ദയവ് ചെയ്ത് ഒറോച്ചി മാറുവിനെ വിശ്വസിക്കരുത്. അതിന് മിസുക്കി ആവട്ടെ അവനെയല്ല നിന്നെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ് ഇറൂക്കയെ വീണ്ടും അവൻ ഇടിച്ചു പരിക്കേൽപ്പിക്കും. മിസുക്കി അവൻ ബ്ലേഡ് എടുത്ത് ഇപ്പൊ ഇറൂക്കയുടെ നെഞ്ചത്തേക്ക് വലിച്ചെറിയും. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ ഹീറോയാണ്. അവനിപ്പോ ചാടി വീണ് ഇറൂക്കയുടെ ബോഡിയിൽ ഒരു പോറല് പോലും പറ്റാതെ ആ ഒരു ബ്ലേഡ് അതങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയും. കുട്ടപ്പന്റെ ബോഡിയിൽ ഇപ്പൊ ചോര തുളുമ്പി അവൻ കലിപ്പില് നിന്നെ തീർച്ചയായിട്ടും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അവൻ ചിരിക്കും. ഇവര് മാറി മാറി ഇങ്ങനെ രക്ഷപ്പെടുത്തിയാൽ മാത്രം ഇവരെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കോ? നിങ്ങളെ രണ്ടുപേരെയും എന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ തീർത്ത് കളയെന്ന് പറഞ്ഞ് അവനവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഒരു പുലിയെ പോലെ ചീറി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ 3 ആശാമാരും ആ 2 ഉണ്ടപ്പന്മാരെയും ഇപ്പൊ ലോക്ക് ചെയ്ത് അവരുടെ ചക്ര പവർ മുഴുവനായിട്ടും ഇപ്പൊ തീർന്നുപോയി. 2 ഉണ്ടപ്പന്മാരും ഇപ്പൊ പതിയെ പതിയെ റിലീസായി പുറത്തേക്ക് വരാൻ ആരംഭിക്കും. ഇപ്പൊ 2 ഉണ്ടപ്പന്മാരും ഫ്രീ ആയിട്ട് നമ്മുടെ ആൾക്കാരെ ഇടിച്ചിടാനായിട്ട് അവരുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവരെ കൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ല. അവരെ ആരോ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഗെൻജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് പാരലൈസ് ചെയ്തു. അതാരാണെന്ന് നോക്കിയാ മറ്റാരും അല്ല, സാക്ഷാൽ നമ്മുടെ ഹൊക്കാഗെ ആന്റി. നമ്മുടെ ആന്റി ഇത്ര നേരവും ആ ഉണ്ടപ്പന്മാരെ ലോക്ക് ചെയ്ത് പിടിച്ച നമ്മുടെ 3 ആൾക്കാർക്കും ഒരുപാട് താങ്ക്സ് പറയും. ആന്റി വിരൽ നീട്ടി ഒന്ന് ഞൊടിക്കുമ്പോഴേക്കും 2 ഉണ്ടപ്പന്മാരും ഇപ്പൊ തെറിച്ചടിച്ച് താഴെ വീഴും. അവർ രണ്ടുപേരും ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആന്റി ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന്. അതിനുണ്ടപ്പന്മാര് പറയും, ഒറോച്ചിമാറുവിന്റെ കയ്യില് ഒരുപാട് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് മിസുക്കിയാണ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ആന്റിയുടെ പവർ കണ്ട് ആന്റിയെ പുകഴ്ത്തി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി ഉണ്ടപ്പന്മാരെ നോക്കി
എത്രയും പെട്ടെന്ന് നിങ്ങൾ ലീഫ് വില്ലേജിൽ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങൾക്ക് ചോറ് തരില്ല എന്ന് പറയും. അത് കേട്ട് ഉണ്ടപ്പന്മാര് യെസ് മാഡം എന്നും പറഞ്ഞ് ലീഫ് വില്ലേജിലേക്ക് 100 110 ഓടാൻ തുടങ്ങും. അവരുടെ ഓട്ടം കണ്ട് വണ്ടറടിച്ച് നിൽക്കുന്ന നമ്മുടെ ആൾക്കാരോട് ആന്റി പറയും, നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മൗണ്ടൈനിലേക്ക് വരണം. അവിടെ കുട്ടപ്പനും ഇറൂക്കയും ആ ഒരു മിസുക്കിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിസുക്കി ഇറൂക്കെ ഇടിച്ചു തെറിപ്പിക്കുമ്പോ നറൂട്ടോ കുട്ടപ്പന് മനസ്സിലാവും മിസുക്കി എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തിയാൽ മാത്രമേ സാസുകയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഹക്കൂൺ പട്ടിക്കുട്ടി ഇറൂക്കയുടെ അടുത്ത് വന്ന് അവന്റെ പവർ മാത്രമാണ് ഇപ്പൊ കൂടുതല്, അവന്റെ സ്പീഡ് ഇപ്പൊ വളരെ കുറവാണ്. അപ്പോഴായിരിക്കും ഇറൂക്ക ആലോചിക്കുക, ആദ്യം അവന്റെ സ്പീഡ് കൂട്ടി, ഇപ്പൊ രണ്ടാമതായിട്ട് അവന്റെ പവറാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് മിസുക്കി ഇപ്പൊ കുട്ടപ്പനെ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പില് തീർച്ചയായിട്ടും അവനെ പിടിക്കാന്ന് പറഞ്ഞ് ഇറൂക്ക കരുതിയിരിക്കുമ്പോ മിസുക്കി കുട്ടപ്പനെ കോളറെ തൂക്കിയെടുത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പവർ എന്ന് ചോദിക്കും. ഇതെല്ലാം തന്നെ എനിക്കെന്റെ ഒറോച്ചിമാറു തന്നതാണ്. അത് കേട്ടിട്ട് കുട്ടപ്പൻ ഇപ്പൊ ഒറോച്ചിമാറു അവൻ എവിടെയാണുള്ളത്? ഞങ്ങൾ സൗണ്ട് വില്ലേജിൽ ചെന്നതാണ്. അവന്റെ താവളത്തില് ഒറോച്ചിമാറുവിനെയും സാസുകയും ഇപ്പൊ കാണുന്നില്ല. അവരെവിടെയാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കുമെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അത് കേട്ടാ മിസുക്ക് ഞെട്ടും. ഇവനെങ്ങനെ സൗണ്ട് വില്ലേജിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് ചിന്തിച്ച് ഇപ്പൊ കുട്ടപ്പനെ അവൻ വലിച്ചെറിയും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പവർ ഉപയോഗിച്ച് എന്നെ തല്ലി തോപ്പിക്ക്. പവർ കൊണ്ടാണ് നമ്മൾ മറുപടി പറയേണ്ടതെന്ന് മിസുക്കി പറയുമ്പോ ഇറൂക്ക ആവട്ടെ, കുട്ടപ്പാ ഓടിവായോ, എന്നെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ വിളിച്ചു പോവും. ഇറൂക്കയ്ക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാക്കി കുട്ടപ്പനാവട്ടെ മിസുക്കിനെ ഇടിക്കാനായിട്ട് ചാടി അങ്ങോട്ട് വീഴും. മിസുക്കി ഫൈറ്റ് ചെയ്യാനായിട്ട് അവന്റെ കൈ പൊക്കുമ്പോ കുട്ടപ്പനാവട്ടെ അതിന്റെ ഇടയിലൂടെ എസ്കേപ്പായി ഇപ്പൊ ഇറൂക്കയുടെ പുറകെ ഓടും. അതും പോരാഞ്ഞ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ മിസുക്കിയെ വെല്ലുവിളിക്കും. അത് കണ്ട് മിസുക്കിക്ക് കലിപ്പായിട്ട് അവനിപ്പോ കുട്ടപ്പന്റെ പുറകെ ഓടാൻ തുടങ്ങും. അത് കണ്ട് ഇറൂക്ക് നിലവിളിക്കും, കുട്ടപ്പ ഓടിക്കോ, അവൻ നിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. കുട്ടപ്പൻ ചാടി ഓടി ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോ മിസുക്കി ആവട്ടെ കാടിന്റെ നടുവില് ഇപ്പൊ സ്റ്റെക്കായി പോവും. അപ്പോഴായിരിക്കും അവന്റെ ചുറ്റും ഒരുപാട് പേപ്പർ ബോംബ് മരത്തിന്റെ മുകളിലായിട്ട് ഇറൂക്ക സ്റ്റിക്ക് ചെയ്തത് അവൻ കാണാം. നമ്മുടെ കുട്ടപ്പൻ തിരിഞ്ഞ് അവന്റെ കയ്യില് റെസൻ ഗൺ ടെക്നിക്ക് എടുത്ത് മിസുക്കിക്ക് നേരെ ചാടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ ഇറൂക്ക ആവട്ടെ അത് കണ്ട് വണ്ടറടിക്കും. കുട്ടപ്പൻ ചാടി വന്ന് റെസൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് അവനിട്ടൊരു ഒറ്റ അടി. ആ അടിയില് ഇപ്പൊ മിസുക്കി ആവട്ടെ കറങ്ങി അടിച്ച് താഴെ വീഴും. അത് കണ്ട് ഇറൂക്കയുടെ പോലും കിളി പറന്നു പോവും. അപ്പോഴാണ് കുട്ടപ്പന് മനസ്സിലാവുക ഇവൻ ഒറോച്ചിമാറുവിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. കാരണം അവൻ വർഷങ്ങളായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇപ്പൊ മിസുക്കി ആവട്ടെ അവന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് ഇപ്പൊ മെലിഞ്ഞുണങ്ങി വെന്തുപോയ ഒരു വിരൂപരൂപമായി മാറും. എനിക്ക് ഒറോച്ചിമാറുവിനെ കാണണം, അവിടേക്ക് പോണം എന്ന് പറഞ്ഞ് അവൻ അലറാൻ തുടങ്ങും. അപ്പൊ സുനൈര് അവിടേക്ക് വന്ന് നീ കുടിച്ച ആ മരുന്ന് കൊണ്ടാണ് ഇപ്പൊ നീ ഇതുപോലായി തീർന്നത്. സോ എത്രയും പെട്ടെന്ന് നീ മുഴുവനായിട്ടും നശിച്ചു പോകുമെന്ന് പറയുമ്പോ മിസുക്കി പേടിച്ചു വരച്ച് ഇപ്പൊ ആന്റിയെ നോക്കി നിൽക്കും. അങ്ങനെ അവസാനം ഇപ്പൊ മിസുക്കിയുടെ കാര്യത്തില് ഒരു തീരുമാനമായി. ഷിസുനാവട്ടെ വലിയ അപകടമൊന്നുമില്ലാതെ അവിടേക്ക് തിരിച്ചു വരും. മെഡിക്കൽ ടീംസ് ആവട്ടെ ഒറോച്ചിമാറു കണ്ടുപിടിച്ച ആ ഒരു മരുന്ന് അതെന്താണെന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി ആ ഒരു മെഡിസിന്റെ ഉള്ളില് ആനിമൽസിന്റെ DNA ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചു നേരത്തേക്ക് അവനൊരു പുലിയെ പോലായി തീർന്നത്. സെല്ലുകൾക്ക് ഒരുപാട് സ്ട്രെസ് കൊടുത്ത് കുറച്ചു നേരത്തേക്ക് ആ മരുന്ന് കഴിക്കുന്നവരാരോ അവര് വളരെയധികം പവർഫുൾ ആയി തീരും. പക്ഷേ ആ മരുന്നിന്റെ എഫക്റ്റ് അതെപ്പോ തീരുന്നോ അതേ സമയത്ത് തന്നെ സെൽസ് എല്ലാം ഡാമേജ് ആയി ആ ഒരാള് മരണത്തിലേക്ക് പോകും. അപ്പൊ ആന്റിക്ക് മനസ്സിലാവും ഇവൻ അടുത്തൊന്നും ഒറോച്ചിമാറുവിനെ കണ്ടിട്ടില്ല. പണ്ടെപ്പോഴോ പറഞ്ഞ ഒരു മിഷനാണ് അവൻ ഇപ്പൊ ചെയ്തു തീർത്തത്. പക്ഷെ എന്താ ആ ഒരു മരുന്ന് കഴിച്ചതുകൊണ്ട് തന്നെ ഷിനോബിയായി മാറാൻ ഒരിക്കലും സാധിക്കില്ല. മിസുക്കിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവര് മരിച്ചുപോയനെന്ന് ആന്റി പറയുമ്പോ മിസുക്കി വീണ്ടും ഉറപ്പായിട്ടും ഞാൻ പവർ ആർജിച്ചെടുത്ത് എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറയും. അതിന് ഇറൂക്ക പറയും നിന്നെക്കൊണ്ട് അതിനൊരിക്കലും സാധിക്കില്ല. കാരണം ഞങ്ങളുടെ കുട്ടപ്പൻ അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മിസുക്കി അവിടേക്ക് വന്ന് എനിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ലീഫ് വില്ലേജിന് വേണ്ടി ചെയ്യണം, ഇനി മുതൽ ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാക്കുറ ആവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോ ആ ഒരു മെയിന് ജീവൻ തിരികെ കൊണ്ടുവരും. ഇവിടെ ഇറൂക്ക ഒരുപാട് സന്തോഷത്തില് നമുക്ക് ഒരു പാർട്ടി വെച്ചാലോ എന്ന് എല്ലാവരോടും ചോദിക്കും. ഫുൾ ചെലവ് അതെന്റെ വക എന്ന് പറയുമ്പോ ആന്റി ആവട്ടെ ദേഷ്യപ്പെട്ട് ഇറൂക്കയോടും
കുട്ടപ്പനോടും പറയും ആദ്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം, പിന്നീട് ബാക്കിയൊക്കെ എന്ന് പറയുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ യുറേക്കാ ഞാൻ ഫസ്റ്റ് ലെവൽ പാസ്സായി എന്നും പറഞ്ഞ് ഓടി വരും. അത് കണ്ട് ആന്റിക്ക് ഒരുപാട് സന്തോഷമാവുമ്പോ ഇവിടെ ഇറൂക്കയ്ക്കാവട്ടെ കുട്ടപ്പന്റെ വളർച്ച കണ്ട് അതിലുപരി സന്തോഷമായിട്ട് അവനെ നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.